എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അപരീക്ഷിത കാരകത്തിലെ 8ാമത്തെ കഥയാണ്. സ്വർണനിധി കിട്ടിയവൻ്റെ ആവശ്യപ്രകാരം ചക്രം ചുമന്നു നിൽക്കുന്നവൻ പറഞ്ഞ കഥയാണിത്. ഒരു നഗരത്തിൽ മന്ധരകൻ എന്നൊരു ചാലിയൻ വസിച്ചിരുന്നു. അയാൾ ഒരു ദിവസം മുണ്ട് നെയ്തുകൊണ്ടിരിക്കുമ്പോൾ തറി പൊട്ടിപ്പൊളിഞ്ഞു വീണു. അപ്പോൾ മന്ധരകൻ തറിക്ക് വേണ്ട മരം മുറിക്കുവാൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. പോകും വഴി ഒരു അശോകമരം നിൽക്കുന്നത് കണ്ടു. തനിക്ക് തറി നിർമ്മിക്കാൻ പാകമായ ഒരു മരമായതിനാൽ അത് മുറിക്കാനായി അയാൾ മരത്തിന്മേൽ മഴുവെച്ചു. ആ വൃക്ഷത്തിന്മേൽ ഒരു ദേവത വസിച്ചിരുന്നു. ദേവത ചാലിയനോട് അപേക്ഷിച്ചു, എൻ്റെ വാസസ്ഥാനമായ ഈ മരം വെട്ടി നശിപ്പിക്കരുത്. ചാലിയൻ പറഞ്ഞു, പ്രഭു, ഈ മരം വെട്ടിക്കൊണ്ടുപോയി തറിയുണ്ടാക്കി മുണ്ട് നെയ്ത് വിറ്റിട്ട് വേണം എനിക്കും കുടുംബത്തിനും അരി വാങ്ങാൻ. അതുകൊണ്ട് ഞാനിത് വെട്ടുകയായി. അങ്ങ് മറ്റെവിടെയെങ്കിലും പോയി താമസിച്ചു കൊള്ളുക. അപ്പോൾ ദേവത പറഞ്ഞു, ഇഷ്ടമുള്ള എന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളുക, ഞാൻ തരാം. ഈ മരം വെട്ടരുതെന്നു മാത്രം. ചാലിയന് സന്തോഷമായി. അവൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി പത്നിയോടും എൻ്റെ പ്രിയ സുഹൃത്തിനോടും ചോദിച്ചിട്ട് വരാം. എന്നിട്ട് മതി വരം. തുടർന്ന് ചാലിയൻ വീട്ടിലേക്ക് തിരിച്ചു. വഴിമധ്യേ ഉറ്റ ചങ്ങാതിയായ ക്ഷുരകനെ കണ്ട് ഉപദേശം ആരാഞ്ഞു. ക്ഷുരകൻ പറഞ്ഞു, രാജ്യം കിട്ടണമെന്ന വരം വാങ്ങിയാൽ മതി. നീ രാജാവായാൽ ഞാൻ നിന്റെ മന്ത്രിയായിരിക്കാം. ദാനശീലനായ രാജാവ് ഭൂമിയിൽ കീർത്തി നേടിയ ശേഷം സ്വർഗത്തിലും സുഖമായിരിക്കും. ചാലിയന് സമ്മതമായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയോടുകൂടി ചോദിക്കട്ടെ. ക്ഷുരകൻ പറഞ്ഞു, സ്ത്രീയുമായി കാര്യാലോചന ചെയ്യരുത്. അത് അപകടം മാത്രമേ നിനക്ക് തരൂ. ചാലിയന് അതത്ര രസിച്ചില്ല. അയാൾ പറഞ്ഞു, അവളുടെ അഭിപ്രായം അറിയാതെ ഞാനൊന്നും ചെയ്യാറില്ല. എന്നിട്ട് വേഗം ചെന്ന് ഭാര്യയോട് ഉപദേശം ആരാഞ്ഞു. ഭാര്യ പറഞ്ഞു, ക്ഷുരകൻ്റെ വാക്കുകൾ കാര്യമായിട്ടെടുക്കണ്ട. രാജപദവി സുഖകരമായ ഒരു കാര്യമല്ല. രാജാവ് മരിച്ചാൽ കൊള്ളാമെന്ന് ബന്ധുക്കളും സഹോദരന്മാരും ഒക്കെ ആശിക്കും. ചിലപ്പോൾ രാജ്യനിമിത്തം അവർ കൊല്ലാനും മടിക്കുകയില്ല. അവൾ തുടർന്നു പറഞ്ഞു, അങ്ങ് ദിവസേന ഓരോ വസ്ത്രം നെയ്യുന്നുണ്ട്. നമുക്ക് അന്നന്നത്തെ ആവശ്യങ്ങൾ നടക്കാറുമുണ്ട്. എന്തെങ്കിലും പ്രത്യേകമായ ആവശ്യം വരുമ്പോഴേ നമുക്ക് വിഷമം നേരിടാറുള്ളൂ. അതുകൊണ്ട് അങ്ങ് ദേവതയോട് ഒരു തലയും 2 കൈകളും കൂടി തരാൻ പറയുക. അപ്പോൾ മുന്നിലും പിന്നിലും ഓരോ തറി വെച്ച് ദിവസേന 2 വസ്ത്രങ്ങൾ വീതം നെയ്യാം. ഒരു മുണ്ട് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് മുൻപത്തെ പോലെ അന്നന്നത്തെ ആവശ്യങ്ങൾ നിവർത്തിക്കാം. രണ്ടാമത്തെ മുണ്ട് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് വിശേഷാൽ വരുന്ന ആവശ്യങ്ങളും നിവർത്തിക്കാം. ഇങ്ങനെയാകയാൽ ഇഹലോക സുഖത്തിനും പരലോക സുഖത്തിനും കുറവ് വരികയില്ല. ചാലിയൻ സന്തുഷ്ടനായി തിരികെ ദേവതയുടെ അടുത്ത് ചെന്ന് തനിക്ക് ഒരു തലയും 2 കൈകളും കൂടി വരമായി ചോദിച്ചു. ദേവത ഉടനെ അനുഗ്രഹിക്കുകയും തൽക്ഷണം അയാൾ 2 തലകളും 4 കൈകളുമുള്ള ഒരു വിചിത്ര ജീവിയായി മാറുകയും ചെയ്തു. വീട്ടിലേക്ക് മടങ്ങിയ അയാളെ നാട്ടുവഴിയിൽ വെച്ചു കണ്ട നാട്ടുകാർ രാക്ഷസനാണെന്ന് കരുതി അടിച്ചു കൊന്നുകളഞ്ഞു. കഥ അവസാനിപ്പിച്ച ചക്രം ചുമന്നു നിൽക്കുന്നവൻ തുടർന്നു പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്വന്തമായി വിവേകമില്ല, ഗുണകാംക്ഷികൾ പറഞ്ഞാൽ കേൾക്കുകയുമില്ല എന്നുള്ളവൻ നശിച്ചു പോകുമെന്ന്. ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത കാര്യങ്ങളെപ്പറ്റി പകൽക്കിനാവ് കണ്ടു നടക്കുന്നവർ സോമശർമ്മയുടെ അച്ഛനെപ്പോലെ വെളുക്കുമെന്ന് കേട്ടിട്ടില്ലേ? സ്വർണനിധി കിട്ടിയവൻ്റെ ആവശ്യപ്രകാരം ചക്രം ചുമന്നു നിൽക്കുന്നവൻ പറഞ്ഞ കഥ അടുത്ത ഭാഗത്തിൽ പറയാം. അപരീക്ഷിത കാരകത്തിലെ 8ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.